ഇൻസെൻറ്റീവ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻസെൻറ്റീവ്സ് ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത് എംപ്ലോയീസ് മേ ബി പെയ്ഡ് എ ബോണസ് ഇഫ് ദേ റീച്ച് ടാർഗറ്റ് സെറ്റ് ബൈ ദ എംപ്ലോയേഴ്സ്. ഹലോ, വെൽക്കം ടു എൻട്രി ACCA. മൈ നെയിം ഇസ് എമിൽ ജോസഫ്. ഞാനിവിടെ ചെയ്യുന്നത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിലെ ലേബർ കോസ്റ്റിനകത്തെ റെമ്യൂണറേഷൻ മോഡൽ മെത്തേഡ് എന്നൊരു ടോപ്പിക്കാണ്. റെമ്യൂണറേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിന് സാലറി കൊടുക്കുന്നത് പല രീതികളിലായിരിക്കും. അതിനെയാണ് നമ്മൾ റെമ്യൂണറേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. Remuneration method are the different ways an organization can pay its employees for their work. അവർ ചെയ്യുന്ന വർക്കിന് അവർക്ക് എന്ത് ബേസിലാണ് അവർക്ക് റെമ്യൂണറേഷൻ കൊടുക്കുന്നത് എന്നുള്ളതാണ് റെമ്യൂണറേഷൻ മെത്തേഡ്. അതിനകത്ത് പൊതുവെ യൂഷ്വലായിട്ട് കോമൺ ആയിട്ടുള്ളത് 3 ടൈപ്പ് ഓഫ് റെമ്യൂണറേഷൻ മെത്തേഡ്സ് ആണ്. ഒന്നാമത്തതാണ് ടൈം ബേസ്ഡ് സിസ്റ്റം, രണ്ടാമത്തത് പീസ് വർക്ക് സിസ്റ്റം, മൂന്നാമത്തത് ഇൻസെൻറ്റീവ് ബേസ്ഡ് സിസ്റ്റം. ഇത് നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ടൈം ബേസ്ഡ് സിസ്റ്റം. എന്താണ് ടൈം ബേസ്ഡ് സിസ്റ്റം? പേയ്മെൻറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ അവേഴ്സ് ആൻഡ് എംപ്ലോയി വർക്ക്സ്. ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്ന അവേഴ്സ് സമയം കണക്കിലെടുത്താണ് അവർക്ക് പേയ്മെൻറ്റ് കൊടുക്കുന്നത്. അതിൻ്റെ ബേസിലാണ് പേയ്മെൻറ്റ് കൊടുക്കുന്നതെങ്കിൽ ടൈം ബേസ്ഡ് സിസ്റ്റം എന്ന് പറയും. അതിൽ ഇഫ് ദേ വർക്ക് ഓവർ ടൈം ദേ യൂഷ്വലി പെയ്ഡ് എ ഹയർ റേറ്റ്. എന്നുവെച്ചാൽ അവർക്ക് നോർമലി അവരോട് പറഞ്ഞിട്ടുണ്ടാവും എത്രയാണ് അവരുടെ ഒരു ആവറേജ് വർക്കിംഗ് അവേഴ്സ് എന്നുള്ളത്. ആ വർക്കിംഗ് അവേഴ്സിനും അവർക്കൊരു ബേസ് റേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിൽ മേലെ അവർ വർക്ക് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു ഓവർ ടൈം ഡ്യൂവും കൊടുക്കും. അതാണ് ഒരു ഹയർ റേറ്റിൽ അവർക്ക് വേറെ ഒരു പേയ്മെൻറ്റും കൊടുക്കുന്നുണ്ടാവും. നോർമൽ റേറ്റിൻ്റെ കൂടെ ഓവർ ടൈം ചെയ്താൽ അതിനൊരു ഹയർ റേറ്റിൽ വേറെയും റെമ്യൂണറേഷൻ കൊടുക്കും. അപ്പോൾ അതാണ് ടൈം ബേസ്ഡ് സിസ്റ്റത്തിനകത്ത് ഒരു അഡ്വാൻറ്റേജ്. ഇതിനകത്ത് ദർ ആർ സം ഡിസ്റ്റിങ്ഷൻസ് ടു മേക്ക് വെൻ ഇറ്റ് കംസ് ടു ഹൗ എംപ്ലോയീസ് ആർ പെയ്ഡ്. ആ ഒരു എംപ്ലോയീസ് പേ ചെയ്യുന്നതിൻ്റെ രീതികളുണ്ട്. ഒന്ന് സാലറി എന്ന് പറയുന്നത് എന്താണ്? ഓർഗനൈസേഷൻ പേ സാലറീഡ് എംപ്ലോയീസ് ആൻഡ് അഗ്രീഡ് എമൗണ്ട് പെർ മന്ത്. എന്ന് വെച്ചാൽ യൂഷ്വലി നമുക്ക് സാലറി എന്നുള്ളത് സാധാരണ എല്ലാവർക്കും സാലറി കിട്ടുന്നത് എങ്ങനെയാണ്? ശമ്പളം കിട്ടുന്നത് എങ്ങനെയാണ്? ഒരു മാസത്തിൻ്റെ ശമ്പളമായിരിക്കും അല്ലേ? ഒരു മാസം വർക്ക് ചെയ്തു, ആ ഒരു മാസത്തിന് അവർക്ക് സാലറി കിട്ടി. അല്ലെങ്കിൽ ഒരു മാസം അവരോട് ഇത്ര മണിക്കൂർ പെർ വീക്ക് വർക്ക് ചെയ്യാൻ പറയും. ആ ഒരു പെർ വീക്ക് ഇത്രയും മണിക്കൂർ വർക്ക് ചെയ്ത് അതൊരു 1 മന്ത് ആകുമ്പോഴേക്ക് എവറി മന്ത് ഫസ്റ്റ് വീക്ക് ആയിരിക്കും എല്ലാവർക്കും സാലറി ക്രെഡിറ്റ് ആവുന്നത്. അതിനെയാണ് ഒരു 1 മന്ത് അഗ്രീഡ് എമൗണ്ട് പെർ മന്ത് സാലറി പേ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേജ്ഡ് എംപ്ലോയീസ് ആർ പെയ്ഡ് ബേസ്ഡ് ഓൺ ആൻ അഗ്രീഡ് അവർലി റേറ്റ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ മെനി അവേഴ്സ് ദേ വർക്ക്. ഈ വേജസ് എന്ന് പറയുന്നത് അവർ വർക്ക് ചെയ്ത ദിവസങ്ങളല്ല, ഒരു മാസത്തിൻ്റെ കണക്കല്ല, എത്ര മണിക്കൂർ വർക്ക് ചെയ്തോ അതിനനുസരിച്ച് കൊടുക്കുന്നതാണ് വേജസ് എന്ന് പറയുമ്പോൾ ഒരു എംപ്ലോയി ഇപ്പം ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്താൽ പെർ അവർ അവർക്ക് 10 രൂപയാണെങ്കിൽ ഒരു 10 മണിക്കൂർ വർക്ക് ചെയ്താൽ അവർക്ക് 100 രൂപ കിട്ടും. അതാണ് അവർലി ബേസിസിൽ അവർക്ക് പേയ്മെൻറ്റ് ചെയ്യുന്നത്. അത് വേജസ്. സാലറി എന്ന് പറയുമ്പോൾ ഒരു മാസത്തിൻ്റെ കണക്കിലാണ്. ഒരു മാസം അവർ വർക്ക് ചെയ്യുമ്പോൾ പെർ മന്ത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു മാസം ഫസ്റ്റ് വീക്ക് ആയിരിക്കും എല്ലാവർക്കും സാലറി ഒക്കെ ക്രെഡിറ്റ് ആവുന്ന കേട്ടിട്ടുള്ളത്. ആ ഒരു മന്ത്ലി ബേസിസിൽ കൊടുക്കുന്നതിന് നമ്മൾ സാലറി ആയിട്ടും, വേജസ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്ന അവറിനനുസരിച്ചാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് നമ്മൾ വേജസ് ആയിട്ടും പറയും. പിന്നെ ഓവർ ടൈം പ്രീമിയം ഉണ്ട്. ഓവർ ടൈം പ്രീമിയം ആർ പെയ്ഡ് ടു പെർസ്വേഡ് വർക്കേഴ്സ് ടു വർക്ക് ലോങ്ങർ അവേഴ്സ് ദാൻ നോർമൽ ആൻഡ് ഓവർ ടൈം പ്രീമിയം വിൽ ബി അഡീഷൻ ടു ദ സ്റ്റാൻഡേർഡ് പേ റേറ്റ്. എന്ന് വെച്ചാൽ ഇപ്പം സാധാരണയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ സാലറിയും വേജസും ഉള്ള എംപ്ലോയീസ് അവർ ഓവർ ടൈം വർക്ക് ചെയ്യുവാണെങ്കിൽ ഇത് കൂടുതലും എഫക്റ്റീവ് ആവുന്നത് വേജസിൽ അവരോട് പറഞ്ഞിട്ടുണ്ടാകും ഇത്ര ഒരു അഗ്രീഡ് അവർലി റേറ്റിൽ ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യാനായിരിക്കും പറയുന്നത്. അതിൽ കൂടുതൽ അവർ വർക്ക് ചെയ്യുവാണെങ്കിൽ അവർക്കൊരു ഓവർ ടൈം പ്രീമിയം ഉണ്ട്. അപ്പോൾ ആ ഓവർ ടൈം പ്രീമിയം എന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന സാധാ റേറ്റിനേക്കാളും കുറച്ചും കൂടി ഹയർ റേറ്റിൽ അവർക്ക് കൊടുക്കും. അതിനാണ് നമ്മൾ ഓവർ ടൈം പ്രീമിയം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ടൈം ബേസ് സിസ്റ്റത്തിനകത്ത് റെമ്യൂണറേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് സാലറിയും വേജസും വെച്ച് എത്ര മണിക്കൂറാണോ വർക്ക് ചെയ്ത് ആ ഒരു ടൈമിൻ്റെ ഇതിൽ അവർക്ക് കൊടുക്കുന്നതാണ് ടൈം ബേസ് സിസ്റ്റം. ടൈം ബേസ് സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും എന്നാണ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ്: ടൈം ബേസ് സിസ്റ്റം ആർ സിംപ്ലർ ടു അഡ്മിനിസ്റ്റർ. എന്ന് വെച്ചാൽ ടൈം ബേസ് സിസ്റ്റത്തിനകത്ത് നേരത്തെ പറഞ്ഞ ഒരു മണിക്കൂറിന് ഇത്രയും നേരത്തെ നമ്മൾ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് എത്ര മണിക്കൂർ വർക്ക് ചെയ്തോ അതനുസരിച്ച് പേ ചെയ്താൽ മതി. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മണിക്കൂറിന് 10 രൂപ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ആണെങ്കിൽ 5 മണിക്കൂർ വർക്ക് ചെയ്താൽ 50 രൂപ, 10 മണിക്കൂർ വർക്ക് ചെയ്താൽ 100 രൂപ. ആ ഒരു കണക്കിൽ നമുക്ക് പെട്ടെന്ന് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ടൈം ബേസ് സിസ്റ്റത്തിനകത്ത് പേയ്മെൻറ്റ് നടത്താൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ വൺ സ്റ്റാൻഡേർഡ് റേറ്റ് അപ്ലൈസ് ടു ഓൾ എംപ്ലോയീസ് ഇൻ ദ സെയിം റോൾ വിച്ച് സീംസ് ഫെയറർ ടു എംപ്ലോയീസ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരേ ജോബ് ചെയ്യുന്ന 2 പേര് അവർക്ക് 2 പേർക്കും ടൈം ബേസ്ഡ് ആണെങ്കിലും ഒരാളിപ്പം സാധാരണ രീതിയിൽ ഫിക്സഡ് റേറ്റിലാണ് വരുന്നതെങ്കിലും 2 പേരും വർക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരാൾ കുറച്ചും കൂടി ഹാർഡ് വർക്കിംഗ് ആകും, കുറേ നേരം ഇരുന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ 2 പേർക്ക് ഒരേ സാലറി ആയിരിക്കും. അതേസമയം ടൈം ബേസ് സിസ്റ്റത്തിലാണ് ഒരാൾ കൂടുതൽ നേരം വർക്ക് ചെയ്താൽ കൂടുതൽ നേരം വർക്ക് ചെയ്യുന്ന ആൾക്ക് കൂടുതൽ സാലറി കിട്ടും. അങ്ങനെ കിട്ടുമ്പോഴേക്കും അതൊരു ഫെയർ രീതിയായിട്ട് നമുക്ക് അസ്യൂം ചെയ്യാം. അതുപോലെ തന്നെ ഈ ടൈം ബേസ് സിസ്റ്റത്തിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ആണ് ഇൻ ടൈം ബേസ് സിസ്റ്റം ദർ ഇസ് നോ ഇൻസെൻറ്റീവ് ഫോർ എംപ്ലോയീസ് ടു ബി എഫിഷ്യൻറ്റ്. ടൈം ബേസ് സിസ്റ്റം എന്ന് പറയുമ്പോഴേക്ക് എംപ്ലോയീസിന് എഫിഷ്യൻ്റ് ആവാനായിട്ടൊരു ഇതില്ല. കാരണം കൂടുതൽ നേരം വർക്ക് ചെയ്താൽ കൂടുതൽ പൈസ കിട്ടും. അതുകൊണ്ട് ഒരു 2 മണിക്കൂറിനുള്ളിൽ തീർക്കാവുന്ന ജോലി അവർ നീട്ടി വലിച്ച് ഒരു 5 മണിക്കൂറിനുള്ളിൽ തീർക്കാൻ അവർക്ക് കൂടുതൽ പൈസ കിട്ടും. പക്ഷേ ആ 2 മണിക്കൂറിനുള്ള ഒരു എഫിഷ്യൻസി കുറയുവാണ്. അവിടെ
കൂടുതൽ സമയം എടുത്ത് വർക്ക് ചെയ്ത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കുറയും. അത് ഈ ടൈം ബേസ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എവറി വൺ ഇസ് പേസ് ദ സെയിം റിഗാർഡ്ലെസ് ഓഫ് പെർഫോമൻസ്. അത് ഈ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ അഡ്വാൻറ്റേജിൻ്റെ ഒരു വൈസ് വേഴ്സ ഡിസഡ്വാൻറ്റേജ് ആണ്. ഈ പറഞ്ഞ പോലെ തന്നെ 2 മണിക്കൂർ ഇതിൽ ഒരാൾ പണി ചെയ്തു, അതുപോലെ തന്നെ അതേ പണി വേറൊരാൾ 5 മണിക്കൂർ ചെയ്യുവാണ്. മറ്റേ ആൾ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു, പക്ഷേ പുള്ളിക്ക് 2 hours റെമ്യൂണറേഷനെ കിട്ടിയുള്ളൂ. മറ്റേ ആൾ ഇതേ പണി 5 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് 5 hours കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടി. അപ്പോൾ അവിടെ ആ പെർഫോമൻസിന് വാല്യൂ ഇല്ലാണ്ട് പോവുക. അപ്പം എഫിഷ്യൻസി കുറയും. പിന്നെ മോർ സൂപ്പർവിഷൻ ഇസ് നീഡഡ് ബിക്കോസ് എംപ്ലോയീസ് ആർ ടു ബി ഹൈലി മോട്ടിവേറ്റഡ് ആസ് നോട്ട് ഹൈലി മോട്ടിവേറ്റഡ് ആസ് ദേ ആർ വെൻ വർക്കിംഗ് അണ്ടർ ഇൻസെൻറ്റീവ് സ്കീം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസെൻറ്റീവ് സ്കീം ആകുമ്പോഴേക്ക് അവർ കൂടുതൽ സമയം എടുത്ത് മെല്ലെ വലിച്ചു നീട്ടി ജോലി ചെയ്യും. അപ്പോഴേക്ക് ആ ഒരു പെർഫോമൻസ് കുറയും. അപ്പോൾ ഇതിനെ മോണിറ്റർ ചെയ്യാൻ എപ്പോഴും ഒരു മാനേജർ എപ്പോഴും ഇത് നോക്കിക്കൊണ്ടിരിക്കണം, ഇവർ വർക്ക് ചെയ്യുന്നത് എഫക്റ്റീവ്ലി ആണോ എഫിഷ്യൻ്റ്ലി ആണോ എന്നുള്ളത്. അപ്പോൾ അത് ടൈം ബേസ് സിസ്റ്റത്തിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജസ് ആണ്. ഇനി നമുക്ക് അടുത്തത് പീസ് റേറ്റ് സിസ്റ്റം എന്നാന്ന് നോക്കാം. പീസ് വർക്ക് സിസ്റ്റം എന്ന് പറയുന്നത് പേയ്മെൻറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് എംപ്ലോയി പ്രൊഡ്യൂസേഴ്സ്. എന്ന് വെച്ചാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിൻ്റെ ബേസിസിലായിരിക്കും അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നിടത്ത് ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറാണ് ഒരു സിമ്പിൾ ടേംസിനകത്ത് പറയാം ബ്രിക്ക് മാനുഫാക്ചറാണ്. ഞാൻ മാനുഫാക്ചർ ചെയ്യുന്ന ബ്രിക്സ് 10 എണ്ണമാണ്, 10 എണ്ണത്തിന് എനിക്ക് സാലറി കിട്ടും. അതേസമയം എൻ്റെ കോമ്പറ്റീറ്റർ അല്ലെങ്കിൽ കൂടെയുള്ള മറ്റേ എംപ്ലോയി ബ്രിക്സ് ഇപ്പം മാനുഫാക്ചർ ചെയ്യുന്ന ഒരു 5 എണ്ണമാണെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്ത 5 എണ്ണത്തിനെ അവർക്ക് കിട്ടത്തുള്ളൂ. അതിനെയാണ് പീസ് വർക്ക് സിസ്റ്റം. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്മുടെ പ്രൊഡക്റ്റ് ഔട്ട്കം വെച്ചാണ് പീസ് വർക്ക് സിസ്റ്റത്തിനകത്ത് നമുക്ക് സാലറി കിട്ടുന്നത്. പേയ്മെൻറ്റ് ഇസ് ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ദാറ്റ് ആൻ എംപ്ലോയി പ്രൊഡ്യൂസേഴ്സ്. അതിനകത്ത് സ്ട്രെയിറ്റും ഡിഫറൻഷ്യലുമായിട്ട് 2 മെത്തേഡുണ്ട് പീസ് വർക്ക് സിസ്റ്റത്തിനകത്ത്. ഒന്നാമത്തെ മെത്തേഡാണ് സ്ട്രെയിറ്റ് പീസ് വർക്ക്. സ്ട്രെയിറ്റ് പീസ് വർക്ക് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആർ പെയ്ഡ് എ സെറ്റപ്പ് എമൗണ്ട് ഫോർ ഈച്ച് യൂണിറ്റ് പ്രൊഡക്റ്റ് ദേ പ്രൊഡ്യൂസ്. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ യൂണിറ്റിനും അവർക്കൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സാലറി റെമ്യൂണറേഷൻ ഉണ്ടാകും. അതാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. ഇനി ഡിഫറൻഷ്യൽ പീസ് വർക്ക് എന്ന് പറയുന്നത് എംപ്ലോയീസ് ആർ പെയ്ഡ് ഡിഫറെൻറ്റ് റേറ്റ്സ് പെർ യൂണിറ്റ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ മെനി യൂണിറ്റ്സ് ദേ ഹാവ് പ്രൊഡ്യൂസ്ഡ്. They may be rewarded with higher rates as their production level increases above higher agreed targets. ഈ ഡിഫറൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു ടാർഗറ്റ് ഉണ്ടാകും 10 ബ്രിക്സ് എന്നുള്ളത്. അപ്പം നമുക്ക് അതിലും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനും കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടും. ഓവർ ടൈം ചെയ്യുന്ന പോലെ എന്ന് വെച്ചാൽ ഇപ്പം ഇവരുടെ സാലറി പീസ് വർക്ക് സിസ്റ്റത്തിനകത്ത് ഫിക്സ് ചെയ്തേക്കുന്നത് ഇപ്പം 0 to 5 ഫോർ എക്സാമ്പിൾ 0 to 5 ബ്രിക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 5 രൂപ, 5 to 10 പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 8 രൂപ, 10 തൊട്ട് മേലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് 15 രൂപ. അങ്ങനെ ഒരു കണക്കാണെങ്കിൽ അവർ മോട്ടിവേറ്റഡ് ആണ് കുറച്ചും കൂടി കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ. കാരണം കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു ബ്ലോക്ക് കൂടുന്നതിന് ടാർഗറ്റ് മീറ്റ് ചെയ്തിട്ട് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുമ്പം അവർക്ക് കൂടുതൽ റെമ്യൂണറേഷൻ കിട്ടും, കൂടുതൽ റേറ്റിൽ കിട്ടും. അതിനെയാണ് ഡിഫറൻഷ്യൽ പീസ് വർക്ക് എന്ന് പറയുന്നത്. സ്ട്രെയിറ്റ് എന്ന് പറയുന്നത് എത്ര പ്രൊഡ്യൂസ് ചെയ്താലും ആ ഒരു പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ ഓഫ് യൂണിറ്റ്സിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും. ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് ഓരോ ബ്ലോക്ക് ആയിട്ടായിരിക്കും. ഒരു ബ്ലോക്ക് വരെ പ്രൊഡ്യൂസ് ഇപ്പം 0 to 5 ഒരു റേറ്റാണ്, 5 to 10 അതിന് മേലെ ആയിരിക്കും, 10 മേലോട്ട് പ്രൊഡ്യൂസ് ചെയ്താൽ അതിലും കൂടുതലായിരിക്കും. ആ ഒരു എക്സാമ്പിൾ വെച്ച് ഡിഫറൻഷ്യൽ പീസ് വർക്ക് സിസ്റ്റത്തിനെ നമുക്ക് മനസ്സിലാക്കാം. വിത്തിൻ എ പീസ് വർക്ക് സിസ്റ്റം എംപ്ലോയീസ് മേ റിസീവ് എ ഗ്യാരണ്ടീഡ് മിനിമം വേജ് ഡിസ്പൈറ്റ് ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അപ്പം അതെന്ന് വെച്ചാൽ പീസ് വർക്ക് സിസ്റ്റത്തിൽ നമ്മൾ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതനുസരിച്ച് അവർക്ക് എപ്പോഴും റേറ്റ് കൂടുതലായിരിക്കും. പക്ഷേ അതില്ലാതെ എപ്പോഴും ഒരു ബേസ് റേറ്റ് എപ്പോഴും ഒരു പേയ്മെൻറ്റ് കാണും. അവർക്കിപ്പോൾ ഒരു ബേസ് 100 രൂപ എന്നാണേലും കിട്ടും. ഇനി 100 മേലോട്ട് കിട്ടണമെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സിന് അനുസരിച്ചായിരിക്കും. അപ്പോൾ ഈ പീസ് വർക്ക് സിസ്റ്റത്തിനകത്ത് എപ്പോഴും ഒരു ബേസ് വേജ് എപ്പോഴും എല്ലാവർക്കും ഉണ്ട്. ഇനി അടുത്ത മെത്തേഡ് എന്നാന്ന് നോക്കാം. ഇൻസെൻറ്റീവ് ബേസ് സിസ്റ്റം. ഇൻസെൻറ്റീവ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇൻസെൻറ്റീവ്സ് ബേസ് സിസ്റ്റം എന്ന് പറയുന്നത് എംപ്ലോയീസ് മേ ബി പെയ്ഡ് എ ബോണസ് ഇഫ് ദേ റീച്ച് ടാർഗറ്റ് സെറ്റ് ബൈ ദ എംപ്ലോയീസ്. ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്തിട്ട് അതിന് മേലോട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴോ വർക്ക് ചെയ്യുമ്പോഴോ അവർക്ക് ഇൻസെൻറ്റീവായിട്ട് ഹയർ റേറ്റിൽ കിട്ടും. അതിനെയാണ് ഇൻസെൻറ്റീവ് ബേസ് സിസ്റ്റം എന്ന് പറയുന്നത്. These can be either individual or group based scheme. Incentive schemes can be either put or performance based remuneration schemes. ഇൻസെൻറ്റീവ് ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഒരു ടീമായിരിക്കും, ആ ടീമിന് കിട്ടുന്നതായിരിക്കും ഇൻസെൻറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വലി കിട്ടുന്നതുമായിരിക്കും ഇൻസെൻറ്റീവ് ബേസിസിലുള്ള പേയ്മെൻറ്റ്. അപ്പം അതിനകത്ത് ഒന്നെങ്കിൽ നമുക്ക് ചെയ്തേക്കുന്ന നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ബേസിസിലായിരിക്കും നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും നമുക്ക് ഇൻസെൻറ്റീവ് കിട്ടുന്നത്. ആ 2 രീതിയിലാണ് ഇൻസെൻറ്റീവ് ബേസ് സിസ്റ്റത്തിനകത്ത് റെമ്യൂണറേഷൻ വരുന്നത്. They are designed to encourage employees to work harder and more efficiently. ഈ ഇൻസെൻറ്റീവും ടാർഗറ്റും വെച്ച് ചെയ്യുമ്പോഴേക്ക് എന്നാണ് എംപ്ലോയീസ് കുറേ കൂടി മോട്ടിവേറ്റഡ് ആവും ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ. കാരണം ടാർഗറ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഹയർ റേറ്റിൽ റെമ്യൂണറേഷൻ കിട്ടും. ഇവർക്ക് ഒരു ബേസ് റേറ്റ് ഉണ്ടാവും, ആ ബേസ് റേറ്റിൻ്റെ മേലോട്ട് കിട്ടാനാണ് ഈ ഇൻസെൻറ്റീവ് വെക്കുന്നത്. ഇൻസെൻറ്റീവ് വെക്കുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ടൈം ബേസ് സിസ്റ്റത്തിനകത്തെ പോലെ എംപ്ലോയീസ് ഡീമോട്ടിവേറ്റഡ് അല്ല, ഈ വലിച്ചു നീട്ടി പണിയത്തില്ല. അവർ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഹാർഡ് വർക്ക് ചെയ്ത് ടാർഗറ്റ് മീറ്റ് ചെയ്ത് കുറേ കൂടി റെമ്യൂണറേഷൻ ഏൺ ചെയ്യാൻ നോക്കും. അപ്പോൾ ആ ഒരു എൻകറേജ്മെൻറ്റ് എപ്പോഴും ഇൻസെൻറ്റീവ് ബേസ് സിസ്റ്റത്തിനകത്ത് വരുന്നുണ്ട്. ഇൻസെൻറ്റീവിൻ്റെ ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് പീസ് വർക്കിനകത്ത് വരുന്ന പോലെ പേയ്മെൻറ്റ് ഇസ് എ ഫിക്സഡ് എമൗണ്ട് ഫോർ ഈച്ച് ഐറ്റം കംപ്ലീറ്റഡ് റിഗാർഡ്ലെസ് ഓഫ് ഹൗ ലോങ് ഇറ്റ് ടേക്സ്.
പിന്നെ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് ഇസ് ഫിക്സഡ് എമൗണ്ട് ഫോർ ഈച്ച് ഐറ്റം. ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യുന്നതിനനുസരിച്ച് ഫിക്സഡ് ആയിരിക്കും. അത് വെച്ച് എത്ര നേരം എടുത്താണെങ്കിലും ആ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താൽ അവർക്ക് ഇൻസെൻറ്റീവ് കിട്ടും. അതിനെയാണ് നമ്മൾ പീസ് വർക്ക് കിട്ടുന്നത്. പിന്നെ ബോണസസ്, എ മോണിറ്ററി ഇൻസെൻറ്റീവ് ബേസ്ഡ് ഓൺ ദ പെർഫോമൻസ് ഓഫ് എൻ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർ ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പെർഫോമൻസ് ബേസ് ചെയ്ത് നമുക്ക് ഒരാൾക്കായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ടീമിനായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫുൾ ബ്രാഞ്ചിനായിരിക്കും ഇൻസെൻറ്റീവ് കിട്ടുന്നത്. അതിനെയാണ് നമ്മൾ ബോണസ് വെച്ച് ഇൻസെൻറ്റീവ് ബേസ് സിസ്റ്റത്തിനകത്ത് ഒരു ടൈപ്പ്. പിന്നെ കമ്മീഷൻ കിട്ടുന്നത്. Commission are paid based on the successful outcomes. They are often used in sales as a percentage of sales amount. ഇത് കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്മീഷൻ റിലേറ്റഡ് വർക്ക്സ് ചെയ്യുന്നത് മാർക്കറ്റിങ്ങിലും സെയിൽസിലുമാണ്. ഇപ്പം നമ്മളിപ്പോൾ ഒരു കാർ ഷോറൂമിൽ പോയി കാർ വാങ്ങിച്ചു. ആ കാർ വാങ്ങിക്കാൻ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് അവിടെ നമുക്ക് സെല്ല് ചെയ്യുന്ന ഒരാളുണ്ടാവും. ആ പുള്ളിക്ക് നമ്മൾ വിറ്റ വണ്ടിയുടെ ഒരു കമ്മീഷൻ കിട്ടും. അങ്ങനെയാണ് പുള്ളിയുടെ സാലറിയിൽ ആ കമ്മീഷൻ ആഡ് ചെയ്ത് ഇൻസെൻറ്റീവായിട്ട് കിട്ടുന്നത്. സോ അപ്പോൾ അവർക്കും കൂടുതൽ സെയിൽസ് വെക്കാനായിട്ട് മോട്ടിവേറ്റഡ് ആണ്. നമ്പർ ഓഫ് കാർസ് അവർ കൂടുതൽ വിൽക്കുന്നതനുസരിച്ച് അവർക്ക് കൂടുതൽ കമ്മീഷൻ കിട്ടും. അത് വെച്ച് കൂടുതൽ ഇൻസെൻറ്റീവ് കിട്ടി. അതിനെയാണ് നമ്മൾ കമ്മീഷൻ ബേസ്ഡ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. കൂടുതൽ മാർക്കറ്റിങ്ങിലും സെയിൽസിലും വർക്ക് ചെയ്യുന്നവരെല്ലാം ഇൻസെൻറ്റീവ് ബേസ് ചെയ്തായിരിക്കും വർക്ക് ചെയ്യുന്നത്. പിന്നെ പ്രോഫിറ്റ് ഷെയറിംഗ് സ്കീം. എംപ്ലോയീസ് ആർ ഗിവൺ എ ഷെയർ ഓഫ് ദ പ്രോഫിറ്റ് മെയ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ഇൻ ദ ഇയർ. എന്ന് വെച്ചാൽ പ്രോഫിറ്റ് ഷെയറിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പനി ഉണ്ടാക്കുന്ന ഒരു പ്രോഫിറ്റ് ഉണ്ടാവും. പ്രോഫിറ്റിൻ്റെ ഇത്ര പെർസെൻറ്റേജ് എംപ്ലോയീസിന് ഇൻസെൻറ്റീവായിട്ട് കൊടുക്കുമെന്ന് പറയും. അപ്പോൾ എന്നാ എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആണ് ആ ഒരു പ്രോഫിറ്റ് ടാർഗറ്റ് ഏൺ ചെയ്യാൻ വേണ്ടി. ആ ഒരു പ്രോഫിറ്റിലോട്ട് നമ്മുടെ കമ്പനിയെ ഉയർത്താൻ എംപ്ലോയീസും എപ്പോഴും മോട്ടിവേറ്റഡ് ആയിരിക്കും. കാരണം അതിൽ നിന്ന് ഒരു ഷെയർ അവർക്കും കിട്ടുന്നുണ്ട്. ദേ ആർ ഓൾസോ പാർട്ട് ഓഫ് ദ സ്കീം. അപ്പോൾ അവർ ആ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ അല്ല ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യും. ഇൻസെൻറ്റീവ് ബേസ്ഡിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എന്നാന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് എന്നൊക്കെയാണ്. Help to increase production while controlling cost per unit, which helps the accuracy of planning. Help to increase production while controlling cost per unit. എന്ന് വെച്ചാൽ അവർ പ്രൊഡക്ഷൻ കൂട്ടും, എന്നാൽ കോസ്റ്റ് പെർ യൂണിറ്റ് കോസ്റ്റ് കുറയ്ക്കാനും നോക്കും. അങ്ങനെ ചെയ്യുമ്പോൾ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടും, അവർക്ക് കിട്ടുന്ന ഇൻസെൻറ്റീവ് ഹയർ ആയിരിക്കും. അതാണ് ഇൻസെൻറ്റീവ് ബേസിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. മോർ എഫിഷ്യൻറ്റ് എംപ്ലോയീസ് ആർ പെയ്ഡ് മോർ ദാൻ ഇൻഎഫിഷ്യൻറ്റ് ആൻഡ് ലെസ് ഹാർഡ് വർക്കിംഗ് എംപ്ലോയീസ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ഡിമോട്ടിവേഷൻ വരത്തില്ല. ഇപ്പോൾ ഒരേ വർക്ക് 5 മണിക്കൂർ കൊണ്ടും 2 മണിക്കൂർ കൊണ്ടും ചെയ്യുന്ന ആൾക്ക് പെർഫോമൻസ് ബേസ്ഡിലായിരിക്കും ഇൻസെൻറ്റീവ് കിട്ടുന്നത്. അപ്പം എംപ്ലോയീസ് മോട്ടിവേറ്റഡ് ആണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ. അവർക്ക് മറ്റവരെക്കാളും അവരുടെ പെർഫോമൻസിന് ഒരു വാല്യൂ ഉണ്ടാവും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കുറേ സാലറി കൂടുതൽ കിട്ടി. അത് വെച്ച് അവർ മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കും. പിന്നെ ദേ അട്രാക്ട് മോർ സ്കിൽഡ് വർക്കേഴ്സ്. കുറേ കൂടി സ്കിൽഡ് ആയിട്ടുള്ള ഒരു സംഭവത്തിലോട്ട് കൂടുതൽ സ്കില്ലുള്ളവർക്ക് അങ്ങനത്തെ വർക്ക് ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ മാർക്കറ്റിംഗ് സ്കിൽസ് ഉള്ള ഒരാൾക്ക്, സെയിൽസ് നടത്താനുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക്, നല്ല സ്കില്ലുള്ള ഒരാൾക്ക് ഈ ഒരു രീതിയിലാണ് അവരുടെ പേയ്മെൻ്റ് എങ്കിൽ അവരുടെ സ്കില്ലിനനുസരിച്ചാണ് അവർക്ക് പേയ്മെൻറ്റ് കിട്ടുന്നത്. അത് ഇൻസെൻറ്റീവ് ബേസ്ഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇനി ഡിസഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇൻസെൻറ്റീവ് സ്കീംസ് ആർ മോർ എക്സ്പെൻസീവ് ടു അഡ്മിനിസ്റ്റർ. ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഈ ഇൻസെൻറ്റീവ് സ്കീമിലുള്ള പേയ്മെൻറ്റ് ചെയ്യുന്നത് മോർ എക്സ്പെൻസീവ്. കാരണം ഇത് മോണിറ്റർ ചെയ്യാൻ കൂടുതൽ ആൾക്കാർ വേണം. ഇതിനകത്ത് കൂടുതൽ കാൽക്കുലേഷൻസ്, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് ഇത് എക്സ്പെൻസീവ് മെത്തേഡാണ് ഇൻസെൻറ്റീവ് ബേസ്ഡ് പേയ്മെൻറ്റ്. ക്വാളിറ്റി കൺട്രോൾ ഇസ് നീഡഡ് ടു എൻഷുർ ഔട്ട്പുട്ട് മീൻസ് സ്റ്റാൻഡേർഡ്സ്. ഇതിനെപ്പോഴും ഒരു ക്വാളിറ്റി കൺട്രോൾ വേണം. കാരണം നമുക്ക് ഔട്ട്പുട്ട് കൂടുമ്പോഴും നമ്മുടെ പെർഫോമൻസ് കൂടുന്നതിനും അനുസരിച്ചാണല്ലോ നമുക്ക് പേയ്മെൻറ്റ്. അപ്പോൾ അതൊരു തട്ടിക്കൂട്ട് പരിപാടി അല്ലാതെ നമ്മുടെ ഒരു ക്വാളിറ്റി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കാനായിട്ട് ഈ ഇൻസെൻറ്റീവ് ബേസ്ഡ് പേയ്മെൻറ്റിനകത്ത് എപ്പോഴും ഒരു ക്വാളിറ്റി കൺട്രോൾ വേണം. ഇതാണ് റെമ്യൂണറേഷൻ മെത്തേഡ്സും അതിൻ്റെ അഡ്വാൻറ്റേജസും ഒക്കെ. നമുക്ക് ബാക്കി ലേബറിൻ്റെ ബാക്കി കോസ്റ്റുകളും അതിൻ്റെ അക്കൗണ്ടിങ്ങും എല്ലാം വരും ക്ലാസ്സുകളിൽ കാണാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യൂ. നമ്മുടെ മെൻറ്റേഴ്സ് നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. താങ്ക്